വ്യൂവേഴ്സ്, ഇന്നത്തെ സാരീസ് ഒരു ടിഷ്യൂ സീരീസ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 വേരിയന്റ് ഓഫ് ടിഷ്യൂ സാരീസ്. അതായത് നമ്മുടെ കൂടിയ കാഞ്ചിപ്പട്ടിൽ വരുന്നത് നമ്മളിപ്പോ 1695 1695 റേഞ്ചില് റീലോഞ്ച് ചെയ്യുന്നതിന്റെ റെപ്ലിക്കാസ് ചെയ്യുവാണ്. 5 വേരിയൻസ് കാണിക്കുന്നുണ്ട്. 5ഉം പല സെലിബ്രിറ്റീസ് വെയർ ചെയ്ത് ഹിറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. പ്രീ ബുക്കിംഗ് ആയിരിക്കും. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡെസ്പാച്ചിങ് തുടങ്ങുന്നത്. നമുക്കിനി ഓരോ പാറ്റേൺസ് ആയിട്ട് കാണാം. ഫസ്റ്റ് നോക്കിക്കോട്ടോ. ഇത് ഞാൻ തന്നെ പല പല വേരിയൻസിൽ സെല് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ജ്യോതിക പിങ്ക്, അത് ബോഡി ഫുള്ള് ഗോൾഡൻ വന്നിട്ട് ഇതുപോലെ ജ്യോതിക പിങ്ക് ബോർഡേഴ്സ് വന്നിട്ടുള്ള ജ്യോതിക വെയർ ചെയ്ത കൈൻഡ് ഓഫ് സാരി 1695. ആൻഡ് ഇത് നമ്മളുടെ കൂടിയ കാഞ്ചിപ്പട്ടിന്റെ പെർഫെക്റ്റ് റെപ്ലിക്ക. നമ്മളുടെ തന്നെ 40,000-നും 45,000-നും ഇരിക്കുന്നുണ്ട്. അതിന്റെ പെർഫെക്റ്റ് റെപ്ലിക്ക 1600 സംതിങ്. ആൻഡ് ഇതും ഒരു സെലിബ്രിറ്റി വെയർ ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായ ഒരു ഡിസൈൻ ആണ്. ഇതും ഒരു വാട്ടർ ഗോൾഡ് സെറിയിൽ പീച്ച് കളറിലെ സെറി വുവൺ പാറ്റേൺ വരുന്നത് 1695. നീതാംപാനി വെയർ ചെയ്ത ഗോൾഡൻ ടിഷ്യൂ 1695. ആൻഡ് ഇതും നമ്മളുടെ കാഞ്ചിപ്പട്ടിലെ വൈറലായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, അതിന്റെ റെപ്ലിക്ക. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച എല്ലാത്തിന്റെയും പ്രൈസ് 1695 ആണ്. അപ്പോ ഇത് ഈ ഒരു റേഞ്ചിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഹ്യൂജ് വോളിയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രീ ബുക്കിംഗ് ആയിരിക്കും. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡെസ്പാച്ചിങ്. നല്ല രസമില്ലേ കാണാൻ? അതായത് ഗോൾഡില് പിങ്ക് ബോർഡേഴ്സ് കൊടുത്തുകൊണ്ടും ജ്യോതിക ഇൻസ്പയർഡ് ലുക്കിലാണ് ഈ ഒരു സാരി അംബാനി വെഡിങ്ങിന് ആക്ട്രസ് ജ്യോതിക വെയർ ചെയ്തത്. ഇപ്പൊ ഞാൻ ആദ്യം ലോഞ്ച് ചെയ്തതിനേക്കാളും ഹെവി ആയിട്ട്, അതായത് നല്ല ബ്രൈറ്റൻ ആയിട്ടാണ് ഇതിന്റെ സെറി വന്നിരിക്കുന്നത്. വിത്ത് പിങ്ക് ബോർഡേഴ്സ്, പിങ്ക് വുവൺ ബോർഡേഴ്സ്, റിച്ച് ആയിട്ടുള്ള പലോ ആൻഡ് പിങ്ക് കളേർഡ് ബ്ലൗസ്. പിങ്ക് കളറിൽ വരുന്ന ടിഷ്യൂ വുവൺ ബ്ലൗസ് ഇങ്ങനെയാട്ടോ വരിക. പിങ്ക് കളേർഡ് ബ്ലൗസ്. പ്രൈസ് ഈസ് 1695. 1 മന്തിന് ശേഷം, ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും, പക്ഷെ വർത്ത് ആണ് വെയിറ്റ് ചെയ്താലും. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡ്. ബ്യൂട്ടിഫുൾ ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡ്. ഇത് കണ്ടാൽ നമ്മളുടെ കല്യാണ പെൺകുട്ടികളുടെ സാരി, അതായത് ബ്രൈഡ്സ് ഒക്കെയാണ് ഈ 40,000-45,000 റേഞ്ചിനൊക്കെ ഇതിൽ എടുക്കാറുള്ളത്. അത്തരത്തിൽ ഹെവി ആൻഡ് പ്രീമിയം ലക്ഷറി ലുക്കിൽ വരുന്ന ടിഷ്യൂ കാഞ്ചീവരത്തിന്റെ ഒരു പെർഫെക്റ്റ് റെപ്ലിക്ക. ആൻഡ് ബ്ലൗസ് നോക്കിയാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ടിഷ്യൂ വൺ ബ്ലൗസ് 1695. തേർഡ് ഡിസൈൻ ഈസ് നീതാംപാനി ഇൻസ്പയർഡ് ചെയ്ത ഗോൾഡൻ സാരി. പല വീവേഴ്സും പല പാറ്റേണിൽ, ഇതൊന്നും നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സാരീസ്, കാരണം പല വീവേഴ്സ് പല റേഞ്ചിലാണ്. പക്ഷേ 1695 എന്ന് പറയുമ്പോൾ നമ്മുടെ സെമി സിൽക്ക് സാരീസ് എടുക്കുന്ന റേറ്റ് ആവുന്നുള്ളൂ. ഇത്രയും ലക്ഷറിയസ് ലുക്കിൽ വരുന്ന ഗോർജസ് ആയിട്ടുള്ള സാരീസ് അറ്റ് ബെസ്റ്റ് റേഞ്ച് 1695. നീതാംപാനി ഇൻസ്പയർഡ് ഗോൾഡൻ സെറി വുവൺ സാരീസ് വിത്ത് ടിഷ്യൂ വുവൺ ബ്ലൗസ്. കണ്ടോ, ഇതാണ് ബ്ലൗസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് പീച്ച് കളേർഡ്. അതായത് ഇതും ഒരു, എനിക്ക് തോന്നുന്നു ഇതൊരു ബ്രൈഡ് ആണോ ബോളിവുഡ് സെലിബ്രിറ്റി ആരോ വെയർ ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോജൊക്കെ പറയായിരുന്നു, സ്റ്റഫ് വൈസ് വെച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിലയുള്ളൂ എന്നുള്ളത്. അത്രയും എലിഗന്റ് സെറി വീവ്സ്. ഇതെല്ലാം നല്ല ഒതുങ്ങുന്ന ടൈപ്പ് ആട്ടോ, ഒട്ടും സ്റ്റിഫ് അല്ല, ഒതുങ്ങുന്നതാണ്. ബ്യൂട്ടിഫുള്ളി ടിഷ്യൂ വൺ ബ്ലൗസ്. എനിക്ക് തോന്നുന്നു ഞാനത് ഒരു അമ്മൂൻ്റെ ഒക്കെ കല്യാണത്തിന്, ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വെഡിങ്ങിന് ഞാൻ റിസപ്ഷൻ കൊടുത്ത സാരി ഇതിൻ്റെ ഒരു വേരിയൻ്റ് ആയിരുന്നു. അത് ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. സോ വർത്ത് ആണ് കേട്ടോ ഈ സാരീസ്. ആൻഡ് അവർ ഫൈനൽ വൺ ഇസ് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡ്. ഓ മൈ ഗോഡ്, അറിയില്ല അല്ലേ, ഒരു വിധത്തിൽ മനസ്സിലാകത്തില്ല കേട്ടോ. ഇതിനൊരു 5000 ഒക്കെ ഇട്ടാൽ വരെ എടുക്കാനുള്ള അത്ര വാല്യൂ ഉണ്ടോ? ഒന്ന് ക്ലോസ് കാണിച്ചു, നന്നായിട്ട് കാണിക്കാം. അതായത് ബോഡി ഫുൾ ഓഫ് ഇതുപോലെ സെറി ചെക്സും ഇതുപോലെ സ്പെഷ്യൽ വുവൺ ബോർഡേഴ്സ് 1695. ആൻഡ് സി ദ ബ്ലൗസ്. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ, ടിഷ്യൂ വുവൺ ബ്ലൗസ്. പ്രൈസ് ഈസ് 1695. ഇപ്പൊ ഞാൻ ഈ സീരീസിൽ കാണിച്ച എല്ലാ സാരീസും സംതിങ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയാണ്. 30 അല്ല 300 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താലും വർത്ത് ആയിട്ടുള്ള സാരീസ് അറ്റ് ബെസ്റ്റ് റേഞ്ച്. നമ്മൾ നിങ്ങളുടെ വരുന്ന ഓർഡേഴ്സിനനുസരിച്ച് വീവേഴ്സിന്റെ കയ്യിൽ ഓർഡർ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, നമ്മൾക്കൊരു ഹ്യൂജ് വോളിയം ഉണ്ടെങ്കിൽ ഈ സാരി, ഒരു കാര്യം എപ്പോഴും ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കുമ്പോൾ നിങ്ങളോട് പറയണം എന്ന് ഓർക്കും. ഇന്ന് ഇച്ചിരി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എൻ്റെ കാര്യം. അതായത് 1-2 കമൻസ് ഞാൻ കണ്ടു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നൂഹ സജീവ പൈസ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് പ്രീ ബുക്കിംഗ് പൈസ വിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഒരിക്കലും ഇല്ല കേട്ടോ. ഈ സാരിയുടെ ഓർഡർ കൊടുക്കുമ്പോൾ ഈ സാരിയുടെ പേയ്മെന്റ് ഞാൻ ആദ്യം വീവറിന് കൊടുക്കണം. ബിക്കോസ് ഒരു സാരിയിൽ 1000 സാരി 1500 സാരിയൊക്കെ നമ്മൾ വീവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ തമ്മിൽ വീവർ എത്ര ട്രസ്റ്റ് ഞാനും വീവറും തമ്മിലുണ്ടെങ്കിൽ അയാൾക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ അയാൾക്ക്
നമ്മൾ മാനുഫാക്ചറിങ്ങിൽ അതാണ്. അപ്പം നമുക്ക് ക്രെഡിറ്റ് ഒന്നും അവിടെ പോസിബിൾ അല്ല. ഞാനൊരു ഹോൾസെയിൽകാരുടെ കയ്യിൽ നിന്നാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അത് നടക്കും. ഇത് ഞാൻ തന്നെ വ്യൂവേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കുന്ന പണിയാണ്. അപ്പം ഞാൻ അവരുടെ പൈസ ആദ്യമേ അങ്ങ് കൊടുക്കും. എന്നിട്ട് എനിക്കാണെങ്കിൽ ഇവിടെ റിസ്ക്. ആദ്യമേ എൻ്റെ പേയ്മെന്റ് ആണ് വീവറിന്റെ കൈ കിടക്കുക. അവർ അതിന് നൂലുകളും ജെറിയും പണിക്കാർക്ക് കൂലിയും ഒക്കെ കൊടുത്തിട്ടാണ് ഇത് സാരി ആയിട്ട് വരിക. അപ്പം എല്ലാവരും ഇല്ല കേട്ടോ, ഒരു ശതമാനം ആൾക്കാരെ വല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്നെ അറിയണവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതാണ് അതിന്റെ മാജിക്. പിന്നെ പ്രീ ബുക്കിംഗ് ഞാൻ ഇടുന്നതിന്റെ ഇന്റൻഷൻ കുറച്ചുകൂടി വോള്യത്തിൽ ഇത് സെല് ചെയ്യാൻ പറ്റുമ്പോൾ കുറേ നല്ല റേറ്റിന് എനിക്കിത് കിട്ടും വ്യൂവേഴ്സിന്റെ കയ്യിൽ നിന്ന്. ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്യും. പിന്നെ എനിക്ക് മാർജിനും കുറച്ചിടാൻ പറ്റും. ഒരു സാരി വിൽക്കുന്ന റേറ്റ് അല്ല 1000 സാരി വിൽക്കുന്ന റേറ്റ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് ഞാൻ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. എനിവേ നമ്മളുടെ പ്രീ ബുക്കിംഗ് പ്രോഡക്ട്സ് എടുത്തവർക്കൊക്കെ അറിയാം, ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിന് അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിലേ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങൾക്കും ബെനിഫിറ്റാണ്, എനിക്കും ബെനിഫിറ്റാണ്. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ധാരണ ഉള്ളവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ആൻഡ് ഇതിനകത്ത് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫണ്ട് സെലക്ട് ചെയ്യുക.